Okay, we were discussing about digital manufacturing. Uh, we are discussing about digital manufacturing models, അല്ലെ? മോഡലിംഗ് തിയറീസ്. എന്തിനാണ് ഒരു മോഡൽ? ആ ഒരു മോഡൽ ഉണ്ടെങ്കിൽ വാട്ട് ഓൾ ഒബ്ജക്ട്സ് ഹാസ് ടു ബി ഡിഫൈൻഡ് ബൈ എ മോഡൽ എന്നുള്ള രീതി, അല്ലേ? Discussing about it. So objects need to be described by a model in a TM. Those is the last topic we have discussed, right? Product, resource, information, organization and decision making, production process, network environment modeling. So this much of objects, three objects, ഇതിൽ കണ്ടൻസ് ഉള്ള ഒബ്ജക്ട്സുകളാണ് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ മാനുഫാക്ചറിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ വാട്ട് ഹാവ് എൻഡ് അപ്പ് ഈസ് ദാറ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡലിംഗ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡലിംഗ് എന്ന് പറയുന്നത് abstractly expresses every object. It abstractly expresses every object and process of entire life cycle of digital manufacturing. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും ഒബ്ജക്ട്സുകൾ ഉണ്ടല്ലേ, ഇത്രയും ഒബ്ജക്ട്സുകൾ ഡിസ്ക്രൈബ് ചെയ്യാൻ നീഡ് ടു ബി ഡിസ്ക്രൈബ് ബൈ എ മോഡലാണ്. സോ ലാസ്റ്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡലിംഗ് എന്ന് പറയുന്നത് it expresses every object and the process of the entire life cycle of the digital manufacturing. Digital manufacturingന്റെ ടോട്ടൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അതിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എവറി ഒബ്ജക്റ്റ്, എല്ലാ ഒബ്ജക്റ്റുകളും ഇനി ഈ ടോട്ടൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളും വളരെ കൃത്യമായിട്ട് ഒരു അപ്രോപ്രിയേറ്റ് മോഡലിങ്ങിലൂടെ നമ്മൾ പറയുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡലിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് എക്സ്പ്രസസ് എവറി ഒബ്ജക്റ്റ് ആൻഡ് പ്രോസസ് ഓഫ് entire life cycle of digital manufacturing through an appropriate modeling method and analyzes, synthesizes, optimizes and simulates them through researching their structures and features. അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൻ്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ ഒരു കറക്റ്റ് മോഡലിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അനലൈസസ്, then we will analyze it, we'll synthesize it, we'll optimizes this method, we'll simulate this method, by researching their structures and features. ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ the basic idea is that a generalized model of the whole digital manufacturing system is created. ഒരു ടോട്ടൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ബൈ യൂസിങ് സം സെറ്റ് തിയറി ആൻഡ് റിലേഷൻ തിയറി. പഴയ സെറ്റ് തിയറീസും റിലേഷൻ തിയറീസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ based on which basic models related to the system architecture is being established. അതായത് സെറ്റ് തിയറീസും റിലേഷൻ തിയറീസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള മോഡൽ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക ബൈ യൂസിങ് സം സെറ്റ് തിയറീസ്. ദിസ് ഈസ് ഹാപ്പനിങ് ലാസ്റ്റ്ലി. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. hope you understand that. ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇതിൽ കംപ്ലീറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാനുഫാക്ചറിങ് മോഡലിംഗ് എബ്സ്ട്രാക്ട്ലി എക്സ്പ്രസസ് ആൻ എവറി ഒബ്ജക്റ്റ്, അല്ലെ? ഞാൻ പറഞ്ഞതുപോലെ ഓരോ സംഭവങ്ങളും ചെയ്യും. സോ ദ ടാർഗറ്റ് ദാറ്റ് ഡിജിറ്റൽ മോഡലിംഗ് ഈസ് pursuing is firstly to establish the model. ഒരു കംപ്ലീറ്റ് മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു കംപ്ലീറ്റ് എൻറ്റയർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയ മോഡൽസ് എയിമിങ് അറ്റ് വൺ ഓർ മോർ ഒബ്ജക്ട്സ്.
സ്പെസിഫിക് ആയിട്ടുള്ള മോഡലിംഗ് മെത്തേഡിൽ ഈ പറഞ്ഞ എത്രയും ഒരു ആറോളം പറഞ്ഞ ഇതില്ലേ, ഒബ്ജക്ട്സ് ഇല്ലേ, ആ ഒബ്ജക്ട്സിനെ നമ്മൾ മെൻഷൻ ചെയ്യുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോഡലിംഗിൽ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് ഇസ് എ ന്യൂ ഡിസിപ്ലിൻ. Okay, right, you know that. And the digital modeling method, okay, of the digital manufacturing system is still in exploratory stage actually. Okay, so the basic idea എന്ന് പറയുന്നത് ഇതാണ്, ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ, ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് സെറ്റ് തിയറീസ് ആൻഡ് റിലേഷൻ തിയറീസ്. ഓക്കെ, അതായത് ബേസ്ഡ് ഓൺ വിച്ച് ബേസിക് മോഡൽസ് റിലേറ്റഡ് ടു സിസ്റ്റം ആർക്കിടെക്ചർ, അതായത് ഈ പറയുന്ന സെറ്റ് തിയറീസും റിലേഷൻ തിയറീസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ സിസ്റ്റം ആർക്കിടെക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് എന്തൊക്കെ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് വി ഹാവ് ടു സ്റ്റഡി ഡിഫറൻ്റ്ലി: ഫംഗ്ഷൻ മോഡൽ, ഓർഗനൈസേഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ മോഡൽ. ഈ 4 മോഡൽസ് ആണ് നമ്മൾ ഈ മോഡലിംഗ് തിയറീസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 4 മോഡൽസ് എന്താണ് പറയുന്നത്. ഓക്കെ, സോ അതുകൂടി മനസ്സിലാക്കുക. ഈ ഒരു 4 പോർഷനിലോട്ട് നമ്മൾ വരും. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റഡി ഫംഗ്ഷൻ മോഡൽ, ഓർഗനൈസേഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ മോഡൽ. ഈ 4 മോഡലിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ 4 നിങ്ങളോട് ചോദിക്കാറുണ്ട് എക്സാംസിൽ. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? സോ ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇൻ digital manufacturing modeling. Okay, so finally every link in this digital manufacturing system is modeled by the model system. Okay, so ക്രിട്ടിക്കൽ മോഡലിംഗ് തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ തിയറീസ് ആൻഡ് ടെക്നോളജീസ് ആണ് നമ്മളിനി നോക്കുന്നത്. ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിൽ കുറേ തിയറീസും ഞാൻ പറഞ്ഞില്ല, IDEF എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം അതിലോട്ടാണ് കിടക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മോഡലിംഗ് ടെക്നിക്സ് being used. So modeling techniques comes under 2 categories actually. One is method driven and model driven. Okay, so method driven includes object oriented analysis. Okay, method driven and model driven എന്ന് പറയുന്ന 2 രീതിയിലാണ് നമ്മളെ മോഡലിംഗ് ടെക്നിക്സ് വരുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഈ മോഡലിംഗ് തിയറീസിൽ മെത്തേഡ് ഡ്രിവൺ അതായത് മെത്തേഡ് ഡ്രിവൺ മെത്തേഡായിട്ട് വരുന്നത്. ഓക്കെ, മെത്തേഡ് ഡ്രിവൺ that includes object oriented analysis. Okay, where complex system are analyzed and the results are submitted as design. Okay, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഡ്രിവൺ ആണ്, സിസ്റ്റം മെത്തേഡ് ഡ്രിവൺ മെത്തേഡാണ്. ഓക്കെ, ഓക്കെ, ദിസ് വൺ ഈസ് കോൾഡ് ദ മെത്തേഡ് ഡ്രിവൺ മെത്തേഡ്. ഓക്കെ, അടുത്ത മെത്തേഡിനെയാണ് നമ്മൾ മോഡൽ ഡ്രിവൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, so this model driven method includes some OSA, right, oriented system analysis, and OOMT, like object oriented modeling technique. Okay, so modeling techniques 2 കാറ്റഗറിയിലാണ്, ഒന്ന് മെത്തേഡ് ഡ്രിവൺ മെത്തേഡും ഒന്ന് മോഡൽ ഡ്രിവൺ മെത്തേഡും. മെത്തേഡ് ഡ്രിവൺ മെത്തേഡിൽ വരുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ്. മോഡൽ ഡ്രിവൺ മെത്തേഡിൽ വരുന്നതാണ് ഒബ്ജക്റ്റ് സിസ്റ്റം അനാലിസിസ് ആൻഡ് object oriented modeling technique. Okay, so the first one, this OOA, object oriented analysis, emphasizes the analysis of complex system. Okay, complex system analyze ചെയ്തുകൊണ്ട് അതിലുള്ള റിസൾട്ട്, okay, the result of the design will be published by some documents. Okay, ഇനി രണ്ടാമത്തത് ഒബ്ജക്റ്റ് മോഡൽ ഡ്രിവൺ മെത്തേഡ് ആണെങ്കിൽ, ഓക്കെ, മോഡൽ ഡ്രിവൺ മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് എംഫസൈസ് ഓൺ സിസ്റ്റം മോഡലിംഗ്. ഓക്കെ, സിസ്റ്റം മോഡലിങ്ങിൻ്റെ ആണ് ചെയ്യുക. ആൻഡ് വിച്ച് വിൽ ബി ഡയറക്റ്റഡ് ബൈ എക്സിസ്റ്റിംഗ് മോഡലിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലിംഗ് കോൺസെപ്റ്റുകൾ കൊണ്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ which will be driven by some modeling structures. Okay,
മനസ്സിലാകുന്നില്ലേ പറയുന്നത്? അതായത് ആദ്യത്തേത് നമ്മളൊരു കോംപ്ലക്സ് സിസ്റ്റം അനലൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഡിസൈൻ ഡിസൈൻ ആയിരിക്കും. ഓക്കെ, സം റിസൾട്ട് ഓഫ് ദ ഡിസൈൻ. ഓക്കെ, കോംപ്ലക്സ് സിസ്റ്റം അനലൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മളൊരു ഡോക്യുമെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഒ ഒ എ വരുന്നത്. മോഡൽ ഡ്രിവൺ മെത്തേഡ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ തിയറി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മോഡലിംഗ് കോൺസെപ്റ്റുകളുണ്ട് അല്ലേ? ഈ മോഡലിംഗ് കോൺസെപ്റ്റുകളിലൂടെ പോയി മോഡലിംഗ് സ്ട്രക്ചർ, അതായത് മോഡലിംഗ് സ്ട്രക്ചറാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഡിഫറെൻറ്റ് മോഡലിംഗ് സ്ട്രക്ചർ വിൽ ബി ദെയർ. ഇറ്റ് ഡ്രൈവ്സ് ദിസ് ടോട്ടലി ഒരു സിസ്റ്റം മോഡലിംഗ് എന്നാണ് അതിന് പറയുക. ഓക്കെ, സിസ്റ്റം മോഡലിംഗ്. സോ ഓറിയന്റഡ് സിസ്റ്റം അനാലിസിസ് അല്ല, സിസ്റ്റം മോഡലിംഗ്. ഈ സബ്ജക്റ്റ്, അതായത് മോഡൽ ഡ്രിവൺ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം മോഡലിംഗ് ആണ്, rather than a analysis of complex system. Okay, system modeling ആണ്. സോ ടോട്ടൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം, ഓക്കെ, നമ്മളിപ്പോൾ പറയില്ലേ, ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോഡൽ അല്ലേ? നമ്മൾ എത്രത്തോളം ഈ മോഡൽ ഇംപ്ലിമെൻ്റ് ആയി എന്ന് സഫിഷ്യൻ്റ്ലി ഇംപ്ലിമെൻ്റ് ആയി എന്നുള്ള രീതിയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡൽ ഡ്രിവൺ മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മോഡൽ ഡ്രിവൺ. ഓക്കെ, the other one is method driven, so this one is model driven. Okay, സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒ എസ് എ എന്ന് പറയുന്നല്ലേ, ഒ എസ് എ ആൻഡ് ഒ എം ടി രണ്ടിലും it will consist of many models. Okay, different models will be there. Okay, which describes the system from different aspects. Okay, we can say like that. നമുക്ക് ഒരു ഡിഫറെൻറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലൂടെ നമുക്ക് ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ദർ വിൽ ബി ഡിഫറെൻറ്റ് മോഡൽസ്. മെനി മോഡൽസ് വിൽ ബി ദർ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു മോഡലിംഗ് ടെക്നിക്കിൻ്റെ രണ്ട് മെത്തേഡ് ഡ്രിവണും മോഡൽ ഡ്രിവണിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഒരു കാര്യം എന്നുള്ളത് GRAI എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, IDEF എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ മോഡലിംഗ് ടെക്നിക്സുകളാണ്. സോ വി വിൽ കം detail about GRAI and IDEF. Okay, GRAI is mainly used to model for decision supporting system. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒന്ന് കോംപ്ലക്സ് സിസ്റ്റം അനാലിസിങ് രണ്ടായിട്ട് ഡ്രിവൺ ചെയ്ത് കഴിഞ്ഞാൽ, but there will be different modeling techniques like GRAI, IDEF, PetriNet model. Different modeling theories are there actually. Okay, സോ ഇതൊക്കെ എന്താണ്, ഒരു വെൽ നോൺ ആയിട്ടുള്ള മോഡൽസ് ആണ്. ഓക്കെ, GRAI, IDEF എന്നൊക്കെ പറയുന്നത്. ശരിക്കും IDEF ഫാമിലി ഇൻക്ലൂഡ്സ് ദിസ് മച്ച് ഓഫ് മോഡലിങ്സ്. ഓക്കെ, IDEF എന്ന് പറയുന്നത് ഇത്രയും IDEF എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ICAM ഡെഫിനിഷൻ എന്നാണ് പറയുക അതിന്, ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്നുള്ളതിന് IDEF, which is named as IDEF, ICAM definition. Okay, ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ഡെഫിനിഷൻ എന്നാണ് IDEFന് പറയുക. ദിസ് ഈസ് എ മോഡലിംഗ് ടെക്നിക്. ഓക്കെ, സോ വൺ ഓഫ് ദ മോഡലിംഗ് ടെക്നിക്. അപ്പം ഈ മോഡലിംഗ് ടെക്നിക്സിൽ ഇത്രക്കാരം ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ഫംഗ്ഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ, ഡൈനാമിക് മോഡലിംഗ്, ഡാറ്റ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ പേരാണ്. IDF0, IDF1, 2, F1X അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് യു വാണ്ട് ടു നോ ദീസ് ഓൾ. ഓക്കെ, അപ്പം ഒരു ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി ആൻഡ് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഓൾറെഡി. So generalized modeling theory. So one of the key modeling technique in DM is generalized modeling theory, and it uses mathematical model for system modeling. Okay, it uses a mathematical model for system modeling. അപ്പം സിസ്റ്റം മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ general system theory is used as a tool to generate models. Okay,
ഡിഫറെൻറ്റ് മോഡൽസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളായിട്ടാണ് ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ മോഡൽ തിയറി എന്ന് പറയുന്ന സംഭവം വരുന്നത്. സോ ഇറ്റ് ഇൻറ്റഗ്രേറ്റ്സ് ദ ജനറൽ മോഷൻ ലോ ഓഫ് സിസ്റ്റം ബൈ യൂസിങ് ലോജിക് ആൻഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. സം ഓഫ് ദി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഓഫ് ലോജിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പണ്ട് സെറ്റ് തിയറി ഒക്കെ പഠിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ? നമ്മളെ എന്താ പറയുക, ഈ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്ന സാധനം ഒരു സെറ്റ് ആണെങ്കിൽ, റിലേഷൻഷിപ്പിലാണെങ്കിൽ ആർ ഈസ് കംപ്ലീറ്റ്ലി ഓൺ, നമ്മൾ വരച്ച് പഠിക്കുന്നില്ലേ? അപ്പം അതുപോലെ നമ്മൾ ഓരോരോ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിലോ നമ്മൾ ഇപ്പോൾ CP പ്രോഗ്രാമൊക്കെ എഴുതുന്നത് പോലെ, ഒരു ഫ്ലോ ചാർട്ടൊക്കെ വരക്കുന്നത് പോലെ, വി വിൽ ഹാവ് സം mathematical methods and some logical informations. Okay, logical methods to ടോട്ടൽ ജനറൽ സിസ്റ്റം തിയറീനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ലോജിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ തിയറീസ്. പഴയ നമ്മൾ സെറ്റൊക്കെ വരക്കുന്നത് പോലെ, നമ്മൾ എയും ബിയും ഒക്കെ വരച്ചിട്ട് നമ്മൾ സെറ്റൊക്കെ വരക്കുന്നില്ലേ? അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ, അതായത് ഒരു ടോട്ടൽ സിസ്റ്റത്തിനെ കാണുന്നതാണെങ്കിൽ പറയാം, ഒരു ഒബ്ജക്റ്റ് ഇന്ന കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ കുറേ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സോ ദിസ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് വിത്ത് സറൗണ്ടിങ്. ഓക്കെ, ദിസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് എ ഒബ്ജക്റ്റ് വിത്ത് സറൗണ്ടിങ്. സോ MT തിയറി എന്ന് പറയുന്നത്, മോഡലിംഗ് തിയറി ഈസ് വൺ ഓഫ് ദ ജനറൽ സിസ്റ്റം തിയറി. MT തിയറി എന്നാണ് പറയുക. ഓക്കെ, MT എന്ന് പറയുന്നത് വരുന്നതെന്ന് വെച്ചാൽ മെസറോവിക് ആൻഡ് തക്കാര എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് ഈ സംഭവം ചെയ്യുന്നത്, MT തിയറി. സോ ജനറലൈസ്ഡ് മോഡലിംഗ് തിയറിയിലെ വൺ ഓഫ് ദ തിയറിയാണ് MT തിയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം യൂസിങ് സെറ്റ് തിയറി. ഓക്കെ, ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് വിച്ച് എക്സ്പ്ലെയിൻസ് യൂസിങ് സെറ്റ് തിയറി. സോ ഇതെന്താണ് എന്ന് പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക്, ജസ്റ്റ് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഇതിൽ നിന്നും വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ് പറയുന്നത്. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. സോ വാട്ട് ഈസ് ദാറ്റ്? MT തിയറി ഈസ് ദാറ്റ് it explains us input and output system using some set theories. Okay, so an MT system is a Cartesian product of two sets. രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് an MT system എന്ന് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. സോ ദർ വിൽ ബി ദ സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബേസിക് ഫംഗ്ഷൻ, ഒരു ബേസിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ ഒരു പ്രൈമറി ആൻഡ് സെക്കൻഡറി ടാർഗറ്റ് കണ്ടുപിടിക്കുക. ദെൻ വി വിൽ സെപ്പറേറ്റ് ദിസ് സിസ്റ്റം ഫ്രം എൻവയോൺമെന്റ് ആൻഡ് വി വിൽ അനലൈസ് ഫോർ കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഓക്കെ, സോ നിങ്ങൾ ഒന്ന് വെറുതെ ഇപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കില്ല, ഞാനൊരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. ഓക്കെ, നമുക്കിപ്പം ഒരു ടോട്ടൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വി ഹാവ് എ ഫംഗ്ഷൻ. So it contains many objects, many things. Okay, ഒരു ഫംഗ്ഷനുള്ളിൽ. അപ്പം നമുക്ക് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഫാക്ടേഴ്സുകൾ ഉണ്ടാവും. അതിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാൻ പറ്റൂലേ? അതിനെയാണ് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ വേറൊരു പാർട്ടും ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ വേറൊരു പാർട്ടും ആണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി, അല്ലേ? വിച്ച് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സേ ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ മാറ്റി വെച്ച കുറച്ച് ഒബ്ജക്ട്സുകൾക്ക് ഇങ്ങനെ ആണ് ബാക്കിയുള്ള ഒബ്ജക്റ്റുമായിട്ട് റിലേഷൻഷിപ്സ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ആണ് ശരിക്കൊരു ബേസിക് ജനറലൈസ്ഡ് ആയിട്ടുള്ള മോഡലിംഗ് തിയറിയിൽ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അല്ലെ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു എന്താ പറയുക കണ്ടിന്യൂഷൻ ആണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ വാട്ട് ഐ മീൻ ഈസ് ദാറ്റ് നമുക്കൊരു
what I mean is that you have you have some യു ഹാവ് സം തിയറീസ്, മോഡലിംഗ് തിയറീസ് എന്ന് പറഞ്ഞിട്ട് കുറേ തിയറീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മോഡൽ ആവശ്യം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? എന്തിനാണ് ഒരു മോഡലിംഗ് തിയറി ആവശ്യം? വാട്ട് ഈസ് മോഡലിംഗ് തിയറി എന്ന് മനസ്സിലായിട്ടില്ലേ? ഹൗ ഇമ്പോർട്ടൻ്റ് എ മോഡൽ ഈസ്. സോ ദ മോഡൽ വിച്ച് ആക്ട്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സിസ്റ്റം എഞ്ചിനീയറിംഗ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടില്ലേ? ഐഡിയലൈസ്ഡ് അബ്സ്ട്രാക്ട് അല്ലെ, സിംപ്ലിഫൈഡ് മെത്തേഡ് ഓഫ് എ സിസ്റ്റം അല്ലെ. ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ മോഡൽ ഈസ് എൻ ഐഡിയലൈസ്ഡ് അബ്സ്ട്രാക്ട്. ഹലോ. ഹലോ. Hello, Yasmin. ഹലോ. ഹലോ. അദ്വൈത് കപ്പണ. Okay, okay.
എടാ കേൾക്കുന്നുണ്ടോ? ഹലോ. സാർ ഇപ്പം കേൾക്കുന്നുണ്ട്. Yes, sir. ഓക്കെ. സംതിങ് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. ഐ തിങ്ക് ടോട്ടൽ സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി. റൈറ്റ്. ഓക്കെ, വെയിറ്റ്. സോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇസ് ദാറ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ടോട്ടൽ സിസ്റ്റത്തിൻ്റെ മോഡലിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് there are different modeling theories, right? There are different modeling theories. So ഈ മോഡലിംഗ് തിയറീസിൽ എം ടി തിയറി ഇല്ല, സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാം. അത് എടുക്കാൻ ടൈം ചെയ്യുന്നുണ്ട് കുറച്ച്, എന്താ അറിയില്ല, ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യും, പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ നടുവിൽ ഞാൻ പറയുന്നത് മാത്രം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ. അതായത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ തിയറിയിലോട്ടാണ് നമ്മൾ വന്നത്, റൈറ്റ്? ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്ന് പറഞ്ഞിട്ട് വരും. സോ ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംസ് ത്രൂ സം എം ടി തിയറി. ലൈക്ക് അതൊരാൾ ഓൾറെഡി നമ്മൾ മെസറോവിക് ആൻഡ് ടക്കാര they propose that generalized modeling theory about some input and output system എന്ന് പറയുന്ന രീതിയിൽ ഒരു സെറ്റ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്, റൈറ്റ്? സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ല, ഡിഫറെൻറ്റ് മോഡലിംഗ് ടെക്നിക്സ് ടു ഡൂ സോ. ഓക്കെ, ഇനി ഒരു സിസ്റ്റം മോഡലിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നതാണെങ്കിൽ we can create an abstract model of digital manufacturing system. Okay, അതാണ് ഈ ജനറലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്, by using these theories. Okay, so we can create an abstract model of digital manufacturing system. അതിനെയാണ് നമ്മൾ ഈ ജനറലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ജനറലൈസ്ഡ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് ജനറലൈസ്ഡ് സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പൽ ഈസ് ദാറ്റ് ഒരു 4 സ്റ്റെപ്പിൽ പറയുന്നതാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പൽ. സോ കോംപ്ലക്സിറ്റി, ഒരു സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ. ഓക്കെ, ഒരു കോംപ്ലക്സിറ്റി ഓഫ് ദ സിസ്റ്റം, റൈറ്റ്? It will be there, right? Complexity of the system. Okay, this is composed of relationship among system objects and between the system objects and the system target. Okay, so അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് അത് ക്യാരക്ടറൈസ് ചെയ്തെടുക്കുക ബൈ യൂസിങ് സം സിസ്റ്റം ഫങ്ഷൻസ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, therefore the key elements of the system എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ, കീ എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ടാർഗറ്റ്, സിസ്റ്റം ഒബ്ജക്റ്റ്, സിസ്റ്റം റിലേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, കീ എലമെന്റ് ഓഫ് സിസ്റ്റംസ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിസ്റ്റം ടാർഗറ്റ്, സിസ്റ്റം ഒബ്ജക്റ്റ്, സിസ്റ്റം റിലേഷൻ. അപ്പം ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? യു ഹാവ് ടു അനലൈസ് ദിസ് കോംപ്ലക്സ് ലാർജ് സ്കെയിൽ സിസ്റ്റം ആണ്. അപ്പം ഈ ലാർജ് സ്കെയിൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി നമ്മൾ മാറ്റി വയ്ക്കണം. ഓക്കെ, ഇറ്റ് ഈസ് എസെൻഷ്യൽ, റൈറ്റ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സം മോഡൽസ്. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടാർഗറ്റ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടാർഗറ്റ്സ് എന്തൊക്കെയാണ്, ടാർഗറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലേ? സോ ഇത്രയും മെനി ഓഫ് ദ ടാർഗറ്റ്സിൽ നിന്നും നമ്മുടെ മെയിൻ, അല്ലെങ്കിൽ വളരെ എന്തൊക്കെ ഒമിറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മുടെ പ്രൈമറി കാര്യങ്ങൾ എന്നൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഐഡന്റിഫൈ ദാറ്റ്. ഓക്കെ, we will identify that thing, and this system is separated from environment then. So separation of this system. Okay, അതായത് ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഇസ് റിലേറ്റീവ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് എൻവയോൺമെന്റ് എന്നാണ് പറയാം. സോ ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നു. അപ്പം
ദ ഹോൾ സിസ്റ്റം ആൻഡ് സബ് സിസ്റ്റം ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെ, കൺട്രോൾഡ് ഒബ്ജക്ട്സ്, അങ്ങനെ കുറെ ഒരു ഹോൾ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമാക്കാൻ പറ്റും. ദെൻ വി വിൽ മെയ്ഡ് ഇറ്റ് കാഷ്വാലിറ്റി, കാഷ്വൽ റിലേഷൻഷിപ്പ് അനാലിസിസ് എന്നാണ് പറയാ. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് മോഡൽ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ദ എൻവയോൺമെന്റ് ആൻഡ് സിസ്റ്റം. ഒരു എൻവയോൺമെന്റ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, എഫക്റ്റ് കോസ്ഡ് ബൈ ദ എൻവയോൺമെന്റ് ടു ദ സിസ്റ്റം. Okay, that is meant by input output relationship. Okay, input എന്ന് പറയുന്നത് the effect caused by the environment to the system. Okay, output is the effect caused by the system to the environment of the system. Okay, so input and output controller, ഇതിന്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, ഇതിന്റെ ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്, സബ്സിസ്റ്റത്തുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്, ഈ കുറെ റിലേഷൻഷിപ്സ് പറയുന്നതാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ കൗഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുക. ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പം ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ബിക്കോസ് ദിസ് ഈസ് ഫസ്റ്റ് ടൈം യു ആർ ലുക്കിംഗ് ഇൻ ടു സച്ച് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ്, റൈറ്റ്? വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിലോട്ട് ഇപ്പോഴാണ് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെന്നില്ല. വൺസ് യു റീഡ്, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എന്താണ് സിസ്റ്റം തിയറി? ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്റിൽ നിന്ന് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചെറിയ വളരെ പോയിന്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടും. ഓക്കെ, സോ അതൊന്ന് വായിച്ചു നോക്കുക. ഞാനിതിൻ്റെ മെയിൻ റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF ഉണ്ട്. ആ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ യു ഹാവ് സം ഐഡിയാസ്. ബട്ട് റിയലി നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ലാതെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും മാറിയിട്ട് ഇതുവരെ ഇതിൽ നിന്ന് വന്നിട്ടില്ല, ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ, സോ അതിനെപ്പറ്റി നിങ്ങൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഹോൾ സിസ്റ്റം അല്ലെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു തുടങ്ങുന്ന ഒരു മാനുഫാക്ചറിങ് സിസ്റ്റമാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, ദാറ്റ് യു ഓൾ നോ. എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ഈ മോഡലിംഗിലിട്ട് കയറുമ്പോഴാണ് കുറച്ച് ഡൗട്ട്സ് വരുന്നത്. ആക്ച്വലി അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വേണോ? അതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ മോഡലിംഗ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്താണെന്നും അതിൻ്റെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്താണെന്നും അതിൻ്റെ സയൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓപ്പറേഷൻ റെഫറൻസ് മോഡൽ, ആർക്കിടെക്ചറൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? ആ ഒരു 3 സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, മോഡലിംഗ് മെത്തേഡിന് മുന്നേ നമ്മൾ തുടങ്ങുന്നത് തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. സോ തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിൽ മെയിൻ ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ റെഫറൻസ് മോഡലും ആർക്കിടെക്ചർ മോഡലും ഡിഫൈൻ ചെയ്യുക എന്നുള്ള രീതിയിലല്ലേ, റൈറ്റ്? ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ റിമെമ്പർ ദാറ്റ്, റൈറ്റ്? കാണിച്ചു നമുക്ക് ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ദിസ് വൺ, ഇതെല്ലാവർക്കും ഓർമ്മയില്ലേ? ഇവിടുന്നാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിന്റെ ഐഡിയ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒറ്റ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. സോ ദർ ആർ 3 steps which includes in theory system of digital manufacturing science. ഓക്കെ, ആക്ച്വലി ഈ ഒരു 3 സംഭവങ്ങൾ which is constructed based on its research object and content, അല്ലെ? ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിന്റെ റിസർച്ച് ഒബ്ജക്റ്റ് ആൻഡ് കണ്ടന്റ്സ് വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ടോട്ടൽ സിസ്റ്റം ഇസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദാറ്റ്. അപ്പം അതിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ആണ് ഒബ്ജക്റ്റ്, കണ്ടന്റ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെ? സോ ഈ ഒബ്ജക്റ്റ്, ഈ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റം അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പറേഷൻ റെഫറൻസ് മോഡൽ, ആർക്കിടെക്ചർ മോഡലൊക്കെ വെച്ച് പ്രപ്പോസ് ചെയ്യും, റൈറ്റ്?
അതായത് ആക്ച്വൽ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കുന്നു, അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ റെഫറൻസ് മോഡ് വെച്ചിട്ട് അതിന്റെ ടോട്ടൽ ഓപ്പറേഷൻസിന്റെ കാര്യങ്ങൾ അല്ലെ, ആർക്കിടെക്ചർ എന്താണ്, ഓപ്പറേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഓൾ തിങ് അല്ലെ, ആർക്കിടെക്ചർ മോഡൽ എന്തിനു ചെയ്യുന്നു അല്ലെ, ആർക്കിടെക്ചർ മോഡലിലോട്ട് എന്തുകൊണ്ട് നമ്മൾ വരുന്നു, അതായത് ഓരോ ഓപ്പറേഷൻസും സ്റ്റെബിലൈസ് ചെയ്യണം, റൈറ്റ്? സോ വി നീഡ് ആർക്കിടെക്ചർ മോഡൽ ആൻഡ് വി നീഡ് ടു നോ ദ കീ ടെക്നോളജീസ് ബിഹൈൻഡ് ദാറ്റ്, ദ റിലേഷൻഷിപ്പ് ബിഹൈൻഡ് ദാറ്റ്. അപ്പം അതൊക്കെ കൊണ്ടാണ് ആർക്കിടെക്ചർ മോഡൽ വരുന്നത്. ദെൻ വി കം ഇൻ ടു മോഡലിംഗ് തിയറി. മനസ്സിലായോ? അടുത്തത് ഈ മോഡലിംഗ് തിയറി സെറ്റപ്പ് ആണ്. അപ്പൊ മോഡലിംഗ് തിയറി ഏതാണ് ചൂസ് ചെയ്യുക, മോഡലിംഗ് മെത്തേഡ് ഏതാണ് ചൂസ് ചെയ്യുക, സ്പെസിഫിക് ടാർഗറ്റ്സിനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൽ ഏതൊരു മോഡൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വി കംസ് ഇൻ ടു സം മോഡലിംഗ് ടെക്നിക്സ്. ഓക്കെ, ആ ടെക്നിക്സിന്റെ ബേസിക് ജനറൽ ഫങ്ഷൻസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ജനറൽ മോഡലിംഗ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഓക്കെ, Okay, sir. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഹൗ ദിസ് IDEF comes up, how this GRAI comes up. There are different modeling techniques behind this. അപ്പോൾ അത് ഏതൊക്കെയാണെന്നെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിംഗ് ടെക്നിക്സ് പറയുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം ഞാൻ ഇന്ന് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മേ ബി യു ഹാവ് സം കൺഫ്യൂഷൻസ്, യു വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും ചിലപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഹൗ വെൽ യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ വരെ ഒരു പ്രശ്നമില്ല, ഇതിന്റെ ജനറലൈസ്ഡ് തിയറി മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, Okay, sir. ഓക്കെ. No, sir.